നമസ്കാരം. കുവൈത്തിൽ നഴ്സുമാരായ മലയാളി ദമ്പതികളെ ഫ്ളാറ്റിൽ കുത്തിയിട്ട് മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ വിശദമായ അന്വേഷണം തുടരുന്നു. കുവൈത്ത് ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിൽ ജാബിർ ആശുപത്രിയിലെ നഴ്സായ കണ്ണൂർ ശ്രീകണ്ഠപുരം നടുവിൽ സൂരജ്, ഡിഫൻസ് ആശുപത്രിയിൽ നഴ്സായ ഭാര്യ, എറണാകുളം കോലഞ്ചേരി മണ്ണൂർ കുഴൂർ കട്ടക്കയം ബിൻസി എന്നിവരാണ് മരിച്ചത്. ഇവരുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. പ്രാഥമിക റിപ്പോർട്ട് ഉടൻ പുറത്തുവരും. ഇതിനുശേഷം മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരും. വാരാന്ത്യ അവധിക്ക് ശേഷം അന്വേഷണ റിപ്പോർട്ട് ഇന്ന് ലഭിക്കുന്നതോടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാമെന്നാണ് പ്രതീക്ഷയെന്ന് ബന്ധുക്കൾ പറഞ്ഞു. അതിനിടെ ഇവരുടെ മക്കളെ ഇനി അച്ഛൻ്റെയും അമ്മയുടെയും മരണം അറിയിച്ചിട്ടില്ല. ബിൻസിയുടെ അച്ഛൻ കിടപ്പ് രോഗിയാണ്. അദ്ദേഹത്തോടും ദുരന്തത്തെക്കുറിച്ച് ഇനിയും പറഞ്ഞിട്ടില്ല. ആ കുട്ടികളും ബിൻസിയുടെ അച്ഛനും ഈ ദുരന്തം എങ്ങനെ ഉൾക്കൊള്ളുമെന്ന ആശങ്ക ബന്ധുക്കൾക്കും നാട്ടുകാർക്കുമുണ്ട്. വഴക്കിനെ തുടർന്ന് ബിൻസിയെ കുത്തിക്കൊലപ്പെടുത്തിയ ശേഷം സൂരജ് ജീവനൊടുക്കിയതാകാമെന്നാണ് വിവരം. ബിൻസിയുടെ ചില സുഹൃത്തുക്കളുടെ ഫോണിലേക്ക് അവരുടെ മരണം സൂചിപ്പിക്കുന്ന ചില സന്ദേശങ്ങൾ സൂരജ് അയച്ചതായി റിപ്പോർട്ടുണ്ട്. ഇതാണ് ബിൻസിയെ കൊലപ്പെടുത്തി സൂരജ് ജീവനൊടുക്കിയതാവാം എന്ന നിഗമനത്തിന് പിന്നിൽ. എന്നാൽ ദമ്പതികൾ പരസ്പരം കുത്തിക്കൊലപ്പെടുത്തി എന്നായിരുന്നു ആദ്യം പ്രചരിച്ചത്. അതിനിടെ ബിൻസിയും സൂരജും നല്ല സ്നേഹത്തിലാണ് കഴിഞ്ഞിരുന്നതെന്ന് ബിൻസിയുടെ സഹോദരനടക്കം പറയുന്നുമുണ്ട്. കുടുംബ പ്രശ്നങ്ങളുടെ സൂചനകളൊന്നും അവർക്കുണ്ടായിരുന്നില്ല. സൂരജിന് മുൻകോപമുണ്ട്. പക്ഷേ ഒരു തരത്തിലും ബിൻസിയെ സൂരജ് സംശയിച്ചിരുന്നില്ല. ഓസ്ട്രേലിയയിലേക്ക് കുടിയേറാനായിരുന്നു ബിൻസിയുടെ താല്പര്യം. എന്നാൽ സൂരജിന് അതിനോട് താല്പര്യമില്ലായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട തർക്കമാണോ അതിരുവിട്ടതെന്ന സൂചനകൾ മാത്രമാണ് പുറത്തു വരുന്നത്. ഏതായാലും ബാഹ്യശക്തികൾക്ക് ഈ സംഭവത്തിൽ പങ്കില്ലെന്നാണ് സൂചന. പ്രദേശത്തെ CCTV എല്ലാം പോലീസ് പരിശോധിച്ചിരുന്നു. മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന അബ്ബാസിയിലെ ജലീബ് അൽ ഷുയൂക്കിലാണ് സംഭവം. ദമ്പതികൾ തമ്മിൽ വഴക്കുണ്ടായതായും സ്ത്രീ സഹായത്തിനായി നിലവിളിച്ചതായും സമീപവാസികൾ പബ്ലിക് പ്രോസിക്യൂഷന് മൊഴി നൽകി. പേടി കാരണമാണ് പ്രശ്നത്തിൽ ഇടപെടാതിരുന്നതെന്നും പോലീസിനെ അപ്പോൾ അറിയിക്കാതിരുന്നതെന്നും അവർ പറഞ്ഞതായി അറബ് മാധ്യമം റിപ്പോർട്ട് ചെയ്തു. ബഹളം നിലച്ചപ്പോഴാണ് ആ ഫ്ളാറ്റിലേക്ക് അവർ എത്തിയത്. പാർപ്പിട സമുച്ചയത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ പരിശോധനയ്ക്ക് എത്തിയപ്പോഴാണ് സംശയം തോന്നിയതും പോലീസിനെ അറിയിച്ചതും. പോലീസ് പലതവണ വാതിലിൽ മുട്ടിയെങ്കിലും പ്രതികരണം ഉണ്ടായില്ല. തുടർന്ന് പബ്ലിക് പ്രോസിക്യൂഷന്റെ അനുമതിയോടെ വാതിൽ പൊളിച്ച് അകത്ത് കിടക്കുകയായിരുന്നു. നൈറ്റ് ഡ്യൂട്ടിക്ക് ശേഷം സൂരജ് മടങ്ങിയെത്തിയതിന് പിന്നാലെയാണ് വഴക്കുണ്ടായത്. ഇവർക്കിടയിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നതായി സൂചനയുണ്ടെങ്കിലും പെട്ടെന്നുണ്ടായ പ്രകോപനത്തിന് പിന്നിലെ കാരണങ്ങൾ വ്യക്തമല്ല. നാട്ടിൽ പഠിക്കുന്ന മക്കളെ അവധിയായതിനാൽ കഴിഞ്ഞ മാസം കുവൈത്തിൽ കൊണ്ടുവന്നിരുന്നു. ഇവരെ തിരികെ വിട്ട ശേഷം 4 ദിവസം മുൻപാണ് സൂരജ് മടങ്ങിയെത്തിയത്. കുടുംബം ഓസ്ട്രേലിയയിലേക്ക് കുടിയേറാൻ തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കിയിരിക്കുകയായിരുന്നതായി നാട്ടിലെ ബന്ധുക്കൾ പറഞ്ഞു. മൃതദേഹങ്ങൾ തിങ്കളാഴ്ച കണ്ണൂരിലെത്തിക്കാനാണ് ശ്രമം. കുവൈത്തിൽ വാരാന്ത്യ അവധിയായതിനാൽ നാളെയാണ് ഔദ്യോഗിക നടപടികൾ ആരംഭിക്കുക. 12 വർഷത്തോളമായി കുവൈത്തിലുള്ള ഇവർ ദിവസങ്ങൾക്ക് മുമ്പാണ് നാട്ടിൽ പോയ ശേഷം മടങ്ങിയെത്തിയത്. ഓസ്ട്രേലിയയിലേക്ക് മാറാനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായാണ് കുവൈറ്റിലെ സ്കൂളിൽ പഠിച്ചിരുന്ന 4ഉം 7ഉം വയസ്സുള്ള മക്കളെ മണ്ണൂരിലെ സ്കൂളിൽ ചേർത്തത്. ഈസ്റ്ററിന് തൊട്ടു മുമ്പാണ് ബിൻസി കുവൈത്തിലേക്ക് പോയത്. സൂരജ് ഈസ്റ്റർ കഴിഞ്ഞു. സൂരജ് കുവൈത്തിലെ ആരോഗ്യ മന്ത്രാലയത്തിലാണ് നഴ്സായി ജോലി ചെയ്തിരുന്നത്. ബിൻസി കുവൈത്തിലെ പ്രതിരോധ മന്ത്രാലയത്തിലെ സ്റ്റാഫ് നഴ്സും. ഇരുവരും രാത്രി ഷിഫ്റ്റ് കഴിഞ്ഞ് വ്യാഴാഴ്ച രാവിലെയാണ് ഫ്ളാറ്റിലെത്തിയതെന്നും സുഹൃത്തുക്കൾ പറഞ്ഞു. തിങ്കളാഴ്ച സൂരജിന്റെ നാടായ ആലക്കോട്ടേക്ക് ഇരുവരുടെ മൃതദേഹങ്ങൾ എത്തിച്ചേക്കും. ചൊവ്വാഴ്ച സംസ്കാരം നടത്തും. നടുവിൽ മണ്ഡലത്തെ പരേതനായ കുഴിയാത്ത് ജോയി തങ്കമ്മ ദമ്പതികളുടെ മകനാണ് സൂരജ്. മണ്ണൂർ കുഴൂർ കട്ടക്കയം തോമസിന്റെയും അന്നമ്മയുടെയും മകളാണ് ബിൻസി. ടെസ മേരി, എഡ്വിൻ എന്നിവർ മക്കളാണ്. ഇരുവരും പുല്ലുവഴി സെന്റ് ജോസഫ് സ്കൂൾ വിദ്യാർത്ഥികളാണ്.